നമ്മുടെ പട്ടാമ്പിയിൽ കിഡിലും ബിരിയാണി കിട്ടുന്ന ഒരു ഫുഡ് സ്പോട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി പോകുന്നത്. പട്ടാമ്പിൽ നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോകുന്ന റോഡിലാണ് ഈ ഒരു കട സ്ഥിതി ചെയ്യുന്നത്. അർബൻഡൈൻ എന്നാണ് കേട്ടോ കടയുടെ പേര് വരുന്നത്. അത്യാവശ്യം നല്ല ആംബിയൻസോട് കൂടിയിട്ടാണ് ഈ ഒരു കട ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് നോക്കിയ സമയത്ത് അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ട് തന്നെ കടയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയോട് കൂടി തന്നെയാണ് കട മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡൈനിങ് സ്പേസ് അകത്താണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പുറത്തിരിക്കാൻ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പാർസലായിട്ടാണ് ബിരിയാണി മേടിച്ചിട്ടുള്ളത്. എന്തായാലും വീട്ടിൽ പോയിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡും കാര്യങ്ങളൊക്കെ എന്ന്. നമ്മൾ ഏകദേശം 3 ഫുള്ള് ബിരിയാണിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നല്ല രീതിയിൽ പാക്ക് ചെയ്തിട്ടാണ് നമുക്ക് സാധനം തന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം വരുന്നത് ഒരു ഫുള്ളിന് 140 രൂപയാണ്. എന്തായാലും വാഴയിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള ബിരിയാണി കാര്യങ്ങളൊക്കെ സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അങ്ങോട്ട് കഴിച്ചു നോക്കാം. ആദ്യമേ തന്നെ ആ റൈസ് മാത്രം ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാമെന്ന് കരുതി. അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. നല്ല ഫ്ലേവറുള്ള നല്ലൊരു ബിരിയാണി റൈസ് തന്നെ ആയിരുന്നു. ഇനി നമുക്ക് ബിരിയാണി കഴിക്കേണ്ട രീതിയിൽ തന്നെ ഒന്ന് കഴിച്ചു നോക്കാം. കുറച്ച് സലാഡും കുറച്ച് അച്ചാറും ഇട്ടിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം. അച്ചാർ കുറച്ച് വെള്ളം പോലെ എനിക്ക് ഫീൽ ചെയ്തെങ്കിൽ പോലും ബാക്കി എല്ലാത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ മക്കളെ അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഒന്ന് കഴിച്ചു നോക്കിയപ്പോണ്ടല്ലോ കിഡിലും ടേസ്റ്റ് തന്നെ ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഒന്ന് കഴിച്ചു നോക്കണം. ചിക്കൻ്റെ കാര്യം ഒന്നും പറയാനില്ല. നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്തിട്ടുണ്ട്. നല്ല കിടിലൻ പീസ് തന്നെ ആയിരുന്നു. നിങ്ങൾക്ക് ഈ ഒരു ബൈറ്റ് കാണുമ്പോൾ തന്നെ ഞാൻ എത്രത്തോളം ഹാപ്പിയാണെന്ന് മനസ്സിലാവും. പിന്നെ ബിരിയാണി കുഴിമന്തിയൊക്കെ കഴിക്കുന്ന സമയത്ത് പെപ്സി മുഖ്യമായിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനെ താഴെ മെൻഷൻ ചെയ്യുക. അപ്പോൾ ബൈ ഫ്രം കോപ്പേ ഫുഡി. ഇനി കുറേ കപ്പലോടും.